ഹരി ഓം. ദശകം 73, ശ്ലോകം 2. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേതനന്യനാഥാഃ വദന കിമു ദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. കരുണാനിധിഃ ഏഷഃ കരുണാനിധിരേഷഃ നന്ദസൂനുഃ. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേത് അനന്യനാഥാഃ. ബദ നഃ കിമു ദൈവം ഏവം ആസീത്. ബദ ന കിമു ദൈവമേവമാസീത്. ദൈവമേവമാസീത് ഇതി താഃ ത്വദ് ഗതമാനസാഃ. താസ്ത്വദ് ഗതമാനസാഃ വിലേപുഃ. ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. അപ്പോൾ മൂന്നാമത്തെ വരി ഒന്നിലോ ബദ ന കിമു ദൈവമേവമാസീത് എന്ന് പറഞ്ഞ് നിർത്തിയേച്ച് ഇതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ അങ്ങനെ എടുത്താലും ശരിയാണ്. അല്ലെങ്കിൽ ബദന കിമു ദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ അങ്ങനെ എടുക്കാം. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേതനന്യനാഥാഃ ബദന കിമു ദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ. ശ്ലോകം 2 അന്വയവും അർത്ഥവും. കരുണാനിധിഃ ഏഷഃ നന്ദസൂനുഃ അനന്യനാഥാഃ അസ്മാൻ കഥം വിസൃജേത്. ബദ ദൈവം ന ഏവം കിമു ആസീത് ഇതി താഃ ത്വദ്ഗതമാനസാഃ സത്യഃ വിലേപുഃ. കരുണാനിധിഃ ഏഷഃ നന്ദസൂനു. കരുണാനിധി ആ കരുണയ്ക്ക് ദയയ്ക്ക് ഇരിപ്പിടമായ അത്രമേൽ ദയാലുവായ ഏഷഃ നന്ദസൂനുഃ ഈ നന്ദനന്ദനൻ കൃഷ്ണൻ അനന്യനാഥാഃ അസ്മാൻ കഥം വിസൃജേത്. അനന്യനാഥാഃ മറ്റൊരാശ്രയവുമില്ലാത്ത അസ്മാൻ നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും. കഥം വിസൃജേത് എന്ന് ഉപേക്ഷിച്ചു പോകും. അപ്പം മറ്റൊരാശ്രയവുമില്ലാത്ത നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കും. ബദ കഷ്ടമേ ദൈവം നഹ ഏവം കിമു ആസീത്. ദൈവം നമുക്ക് ഇങ്ങനെ വിധിച്ചുവോ, ഇങ്ങനെ ഒരു വിധിയാണോ തന്നത്. അയ്യോ കഷ്ടമേ, ദൈവം നമുക്ക് ഇങ്ങനെ ഒരു വിധിയാണോ തന്നത്. ഇതി താഹ ത്വദ്ഗതമാനസാഹ വിലേപുഃ. ഇതിഹി താഹ ഇങ്ങനെ, താഹ എന്ന് പറഞ്ഞാൽ ആ ബാലികമാര്. ഇതിഹി താഹ ത്വദ്ഗതമാനസാഹ അങ്ങയെ തന്നെ വിചാരിച്ച് വിലേപുഃ വിലപിച്ചു. അപ്പോൾ ആ ദയക്കിരിപ്പിടമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ ദയാലുവായിട്ടുള്ള ആ നന്ദനന്ദനൻ മറ്റൊരു രക്ഷിതാക്കളുമില്ലാത്ത നമ്മളെ എങ്ങനെ വിട്ടുപിരിഞ്ഞു പോകും. അങ്ങനെ ആ കൃഷ്ണന് സാധിക്കുമോ? അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യദോഷമെന്നല്ലാതെ എന്തു പറയാൻ. ഇങ്ങനെ വിചാരിച്ച് ആ ഗോപസുന്ദരികൾ സങ്കടപ്പെട്ടു എന്നാണ് പറയുന്നത്. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേതനന്യനാഥാഃ ബദന കിമു ദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപുഃ.